നമസ്കാരം. എൻ്റെ പേര് പൗർണമി. ഞാൻ ബാംഗ്ലൂരാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 10 വർഷമായിട്ട് എനിക്ക് പല രീതിയിൽ എൻ്റെ നട്ടെല്ലിന് ക്ഷതമേറ്റത് കാരണം സ്പൈനിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും എനിക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പല ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സും നാട്ടിൽ പോയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എൻ്റെ ജീവിതത്തിലൊരു വളരെ റുട്ടീനായിട്ടൊരു കാര്യമായി മാറി. എല്ലാ വർഷവും ഒരു ജൂൺ ജൂലൈ മാസം ആകുമ്പോഴത്തേക്കും നാട്ടിൽ പോകുന്നു, ആയുർവേദ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, കളരിമർമ്മ ചികിത്സ ചെയ്യുന്നു, ഒരു മാസം ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നു, കഷായം കഴിക്കുന്നു, മരുന്നുകൾ കഴിക്കുന്നു, റെസ്റ്റ് എടുക്കുന്നു, എന്നിട്ട് തിരിച്ച് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുന്നു, സാധാരണ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നു. കഴിയുമ്പോൾ തന്നെ എൻ്റെ ശരീരം എന്നടുത്ത് പറഞ്ഞു തുടങ്ങി, കുറേശ്ശെ വേദനകൾ വന്നു തുടങ്ങി. ആദ്യം കാലിൽ നീര് വന്നു, പിന്നെ സിയാറ്റിക്ക പെയിൻ വന്നു തുടങ്ങി, കാലിലേക്ക് ഇറങ്ങുന്ന വേദന വന്നു തുടങ്ങി നടുവിൻ്റെ ഭാഗത്തുനിന്ന്. അത് മാത്രമല്ല വേറെ പല ഹെൽത്ത് ഇഷ്യൂസും ഓരോന്നോരോന്നായിട്ട് വെളിയിൽ വന്നു തുടങ്ങി. അതുപോലെ ഞാൻ കൂടുതൽ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ദിവസം ഒരു 6-8 മണിക്കൂറെങ്കിലും കമ്പ്യൂട്ടറിൽ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാ ദിവസവും ഒരു 5 ദിവസം ആഴ്ചയിൽ. അപ്പോൾ എൻ്റെ കഴുത്തിൻ്റെ ഭാഗത്തും സ്പോണ്ടിലൈറ്റിസിൻ്റെ വേദന എനിക്ക് ഉണ്ടായിരുന്നു. അതും അതിങ്ങനെ വന്ന് കുറേശ്ശെ അത് കൂടുതലായി തുടങ്ങിയിരുന്നു. അന്നേരമാണ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സെൻറ്റർ ഇന്ദിരാനഗറിൽ തുടങ്ങി എന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെ ഇതൊരു പ്രത്യേക ഒരു സ്പെഷ്യൽ രീതിയിലുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്, ഒരു പുതിയ രീതിയിലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കി. ഇത്രയും വർഷമായിട്ട് ഞാനിത് ഈ വേദനകളെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനൊരു ഒരു ടെക്നിക്ക് വഴി നമുക്ക് ഒരു ആശ്വാസം കിട്ടും എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ വളരെ പ്രയാസമായിരുന്നു. പക്ഷേ രണ്ടും കൽപ്പിച്ച് ഞാൻ അതൊന്ന് ശ്രമിച്ചു നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ മെയ് മാസത്തിൽ ഇവിടെ സെറാജൻ ഡിവൈൻ ഇന്ദിരാനഗറിൽ വന്ന് ഞാൻ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഒരാഴ്ച ട്രീറ്റ്മെൻറ്റ് മുൻപോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പതുക്കെ എൻ്റെ ശരീരത്തിൽ വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. എൻ്റെ കാലിലോട്ടുള്ള ഇറങ്ങുന്ന വേദന കുറഞ്ഞു തുടങ്ങി, കാലിലെ നീര് കുറഞ്ഞു തുടങ്ങി, എൻ്റെ കഴുത്തിൻ്റെയും ഈ ഷോൾഡറിൻ്റെ ഭാഗത്തുണ്ടായിരുന്ന വേദന റെഡ്യൂസായി. ഒരു ജനറലി എൻ്റെ ശരീരത്തിന് വളരെയധികം ഒരു സുഖം തോന്നി തുടങ്ങി. അങ്ങനെ 2ാമത്തെ ആഴ്ചയിലേക്കും 3ാമത്തെ ആഴ്ചയിലേക്കും പോയി തുടങ്ങിയപ്പോഴത്തേക്കും വളരെ അനായാസം എനിക്ക് എൻ്റെ എല്ലാ നോർമലായിട്ടുള്ള കാര്യങ്ങളും എനിക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് അറിയില്ലാത്ത ചില കാര്യങ്ങൾ പോലും അത് ഓരോന്നായിട്ട് ഹീലാവാൻ തുടങ്ങി. എൻ്റെ സൈനസിന് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് മിക്കവാറും ഇവിടുത്തെ ബാംഗ്ലൂരെ ക്ലൈമറ്റ് കാരണം എന്തെങ്കിലും ഒരു ചെറിയൊരു കാലാവസ്ഥ വ്യത്യാസം വരുമ്പോഴത്തേക്കും സൈനസിന് പ്രശ്നം ഉണ്ടായിട്ട് അത് കംപ്ലീറ്റ് ബ്ലോക്കായി എന്നെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്നു. അതുപോലെ എൻ്റെ പീരിയഡ് സൈക്കിൾസ് ഇറഗുലർ ആയിരുന്നു. അതും ഈ ഒരു ബുദ്ധിമുട്ട് തന്നെയായിരുന്നു എനിക്ക്. പക്ഷേ ഈ ട്രീറ്റ്മെൻറ്റ് അങ്ങോട്ട് കംപ്ലീറ്റ് ചെയ്ത് 1 മാസം കഴിഞ്ഞ് മുൻപോട്ട് പോയപ്പോഴത്തേക്കും എനിക്കിതിലെല്ലാം ഒരു വ്യത്യാസം കണ്ടു തുടങ്ങി. എനിക്ക് സൈനസിൻ്റെ പ്രശ്നങ്ങളില്ല, അതൊക്കെ അങ്ങ് അപ്രത്യക്ഷമായി, കംപ്ലീറ്റ്ലി അതങ്ങ് ഇല്ലാതായി. എൻ്റെ പീരിയഡിൻ്റെ സൈക്കിൾസ് റെഗുലറായി. അതുപോലെ എൻ്റെ നട്ടിലിൻ്റെ സാധാരണ രീതിയിൽ ബസ്സിലോ ട്രെയിനിലോ ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഓരോന്നായിട്ട് എനിക്ക് ഇല്ലാതായി. അപ്പോൾ സാധാരണ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഞാൻ പറയുവാണെങ്കിൽ നമുക്ക് ആരോഗ്യമാണ് ഏറ്റവും വലുത്. ബാക്കിയെല്ലാം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് ജീവിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്ത് ഞാൻ ഒരു വിശ്വാസം അർപ്പിച്ച് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും ബെസ്റ്റ് തീരുമാനങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് റെക്കമെൻഡ് ചെയ്യുന്നു. ഇത് വന്ന് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് എക്സ്പീരിയൻസ് ചെയ്യണം. നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് മാനസികമായിട്ട് നമ്മളെ അത് ബാധിക്കുന്നുള്ളതാണ്. നമുക്ക് മെൻ്റൽ ഡിപ്രഷൻസ് വരും. നമ്മുടെ ആരോഗ്യം ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മെൻ്റലി വളരെയധികം സ്ട്രെസ്ഡ് ആവും, ഡിപ്രസ്ഡ് ആവും. അപ്പോൾ ആരോഗ്യമുള്ള ശരീരം ഉണ്ടെങ്കിൽ ആരോഗ്യമുള്ള മനസ്സ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നോക്കുക. അതുവഴി മാനസികമായിട്ടും ആരോഗ്യത്തോടുകൂടി, ശാരീരികവും മാനസികമായിട്ടുള്ള ആരോഗ്യത്തോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കണം. അതിന് ഇതൊരു വളരെ നല്ലൊരു തീരുമാനമായിരിക്കും. എല്ലാവരും വന്ന് ഇത് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ ചെയ്യണം. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ ഒരു സെറാജൻ ഡിവൈൻ ഇന്ദിരാനഗർ സെൻറ്റർ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു. ഇതുപോലെ പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന ആൾക്കാർ, ആരോഗ്യ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങൾ വരണം. നിങ്ങൾ വന്ന് ഇത് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. നമസ്കാരം.